മലയാളം സിനിമാ പ്രേക്ഷകർക്ക് ശബ്ദത്തിലൂടെയും അഭിനയത്തിലൂടെയും സുപരിചിതയായ വ്യക്തിത്വമാണ് ശ്രീജ രവി. 4 പതിറ്റാണ്ടിലേറെയായി ഡബ്ബിംഗ് രംഗത്ത് സജീവമായ അവർ മലയാളമുൾപ്പെടെ 5 ഭാഷകളിലായി 2000-ലധികം ചിത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. ശ്രീജ രവിയുടെ കരിയറിലെ പ്രധാന വിശേഷങ്ങൾ താഴെ പറയുന്നവയാണ്. അഭിനയരംഗത്തെ ചുവടുവെപ്പുകൾ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തിളങ്ങി നിൽക്കുമ്പോഴും അഭിനയത്തിലും ശ്രീജ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വരനെ ആവശ്യമുണ്ട്. അനൂപ് സത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെയാണ് ശ്രീജ അഭിനയരംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. മോഹിനിയാട്ടം. തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തിൽ രുക്മിണിയമ്മ എന്ന കഥാപാത്രമായി ശ്രീജ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിലും ഈ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടുന്നുണ്ട്. കരിയറിലെ വെല്ലുവിളികൾ. ക്ലബ്ബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഡബ്ബിംഗ് അനുഭവങ്ങളെക്കുറിച്ച് ശ്രീജ മനസ്സ് തുറന്നു. ഒരു തൊഴിൽ എന്ന നിലയിലാണ് താൻ ഡബ്ബിംഗ് ആരംഭിച്ചതെന്നും പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമായെന്നും അവർ പറയുന്നു. ഡബ്ബിംഗ് കരിയറിൽ തനിക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് താരം ഓർത്തെടുത്തു. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത കാസനോവ എന്ന ചിത്രത്തിൽ ശ്രേയശരണിനുവേണ്ടി ഡബ്ബ് ചെയ്യുമ്പോൾ ഒരു മോശം വാക്ക് എഫ് വേർഡ് പറയേണ്ടി വന്നു. അത് പറയാൻ എനിക്ക് വലിയ മടിയായിരുന്നു. ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും സംവിധായകന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അത് പറയേണ്ടി വന്നു. കരിയറിൽ മറക്കാനാകാത്ത അനുഭവമാണത്. പ്രിയപ്പെട്ട താരങ്ങൾ. ശാലിനി, കാവ്യമാധവൻ എന്നിവരിൽ ആർക്ക് ശബ്ദം നൽകാനാണ് കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യത്തിന് കാവ്യമാധവൻ എന്നായിരുന്നു ശ്രീജയുടെ മറുപടി. കഥാപാത്രത്തിന്റെ വികാരങ്ങളും പ്രതികരണങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമാണ് താൻ ശബ്ദം നൽകാറുള്ളതെന്നും ഇതുവരെ തന്റെ ശബ്ദത്തിന് ഇണങ്ങാത്ത വേഷങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു.